ശ്രീലങ്കയ്ക്ക് മേൽ തുടർച്ചയായ 2ാം വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? ഇന്നത്തെ മത്സരം അതിശക്തമായ മത്സരമായിരുന്നു. പക്ഷേ 3 കളിയിൽ ഇന്നാണ് ആവേശകരമായ മത്സരം ഉണ്ടായി. അഭിഷേക് ശർമ്മ നല്ല പൊട്ടിച്ചത്. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജു കഴിഞ്ഞ കളിയിൽ കൊണ്ടവൺ ഇറങ്ങി. ഇന്ന് ഒരു സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായ ഒരു സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട്. അതാണ് കാണാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് അഭിഷേക് ശർമ്മ മെയിൻലി വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. അതിനപ്പുറം മറ്റൊരു നല്ല കളിച്ചിരുന്നു. പാകിസ്ഥാൻ നല്ല കളി കളിച്ചിരുന്നു. ഫർഹാനൊക്കെ അടിപൊളി കളി കളിച്ച് ഒരു മൊത്തത്തിൽ ഒരു ആവേശമുള്ള കളിയാണെന്ന് എല്ലാവരും കഴിച്ചു ടോട്ടലി. പക്ഷെ തുടക്കത്തിൽ ഇത് ഏകപക്ഷീയമായി പോകും. കാരണം ശുഭ്മാൻ ഗില്ലും അഭിഷേകും കൂടി 100 കടക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഗില്ല ഔട്ടായിട്ട് സഞ്ജു വരുന്നതാണ്. അപ്പൊ നമ്മള് ഈ ദുബായിൽ നിന്ന് പാകിസ്ഥാനികളെ കൂടെ ഇരുന്നിട്ട് കളി കാണും. ഇന്ത്യ വന്നാൽ ഇന്ത്യക്കാർ മാത്രമേ കിട്ടുള്ളൂ. പാകിസ്ഥാനിൽ നിന്ന് കളി എന്തായാലും വെക്കില്ല, വെച്ചാലും ഓല് മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്സ് ആയിട്ട് കാണുമ്പോൾ ഹരണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട്. പക്ഷെ സഞ്ജു നമ്മളെ തെക്കം വരില്ല, ആ സങ്കടം. അപ്പൊ ഞങ്ങൾ കളി കഴിഞ്ഞതിന് മുന്നേ ഇറങ്ങിയെന്ന്. ഇപ്പൊ കളി കഴിഞ്ഞു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില് ഗാലറിയിൽ ഒരു ആവേശം? രണ്ട് ആരാധകരുണ്ടായിരുന്നു. മൊത്തത്തില് നാട്ടിലൊന്നും കിട്ടാത്തൊരു ആവേശമാണ്. കുറച്ച് പാകിസ്ഥാനികൾ അപ്പുറത്ത് ഇന്ത്യക്കാർ നല്ല അടിപൊളി ആവേശമാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയായിരുന്നു ഇന്നത്തെ കളി? 1-1 കളി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷെ സാംസൺ കുറച്ച് നിരാശപ്പെട്ടു. നമുക്ക് സാംസൺ ജയിച്ചിട്ട് വരണമെന്നൊരു ആഗ്രഹമായിരുന്നു. അടിച്ചു വിജയിപ്പിക്കുന്ന ആഗ്രഹമായിരുന്നു. പക്ഷെ നിർഭാഗ്യ ഔട്ടായി പോയി. എന്നാലും സൂപ്പർ ഗെയിം. അഭിഷേക് ശർമ്മ ഒരു രക്ഷയില്ല. സൂപ്പർ. എന്തായിരുന്നു ഹൈലൈറ്റ്? എന്താ എല്ലാം നമ്മള് മുഴുവൻ ഇന്ത്യക്കാരായിരിക്കും. ടോട്ടലി ഇന്ത്യക്കാരായിരുന്നു കൂടുതൽ. പാകിസ്ഥാൻ പൊതുവെ കുറവായിരുന്നു. ഇന്ത്യ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. നമ്മള് കൂടുതൽ ഫുൾ ഓഫ് എൻജോയ്മെന്റ്. സൂപ്പർ. സ്റ്റേഡിയം കിടങ്ങി ആർക്കാണ് അടുത്ത ഫൈനലിലേക്ക് വരാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ടോ? എല്ലാം ഒന്നും വിടില്ല, എല്ലാം വരും. എന്തായിരുന്നു ഇന്നത്തെ കളിയുടെ? ഇന്നത്തെ കളി എന്ന് പറഞ്ഞാല് നമുക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ 1-2 ക്യാച്ചുകൾ ഡ്രോപ്പായി. 4 ക്യാച്ച് ഡ്രോപ്പായി. പക്ഷെ അതിനകത്ത് 2 ക്യാച്ച് എന്ന് പറഞ്ഞാൽ വളരെ സിറ്ററായിട്ടുള്ള ക്യാച്ചുകളായിരുന്നു, ഈസി ക്യാച്ചുകളായിരുന്നു. അത് ഡ്രോപ്പായി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നന്നായിട്ട് കളിച്ചു. സഞ്ജു നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുമല്ലോ, ആ ഒരു ഇതുണ്ടായി സഞ്ജുവിന്റെ സൈഡിൽ നിന്ന്. അതല്ലാതെ സഞ്ജുവിന്റെ പൊസിഷൻ മാറുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു പലരും പറഞ്ഞു. സഞ്ജു നമ്പർ 5 ആയിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ആയിരുന്നു നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷേ സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങി കഴിയാൻ സഞ്ജു നന്നായിട്ട് എപ്പോഴും ശോഭിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ആ പൊസിഷൻ കിട്ടുന്നില്ല സഞ്ജുവിന്. അല്ലെങ്കിൽ നമ്പർ 3 ആയിട്ട് ഇറങ്ങിയാൽ ചിലപ്പം കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരിക്കും. അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിനെ കുറിച്ച്? അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിനെ പറ്റി എന്ത് പറയാനാണ്? അടിപൊളി ഇന്നിംഗ്സ്. അഭിഷേക് തകർത്തുക. ഗില്ലും അതുപോലെ തന്നെ. ഗില്ല ഗ്യാപ്പൊക്കെ സെലക്ട് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും ഭയങ്കരമായിരുന്നു. വലിയ ഷോട്ടൊന്നും വേണ്ട, ഗ്യാപ്പിൽ കൂടെ കൃത്യമായിട്ടാണ് കളിച്ചത്. ഓക്കെ, വളരെ നല്ല ക്ലീൻ കളിയായിരുന്നു ഗില്ലിന്റെ. പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ ചെറുതായിട്ട് മെച്ചപ്പെടുന്നുണ്ട്. ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുമായിട്ട് ഏകദേശം ഒന്ന് മാച്ച് ആവുമായിരിക്കും. അല്ലാതെ ഇപ്പോഴൊന്നും ഉടനെ ഒന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും ഇന്ത്യയുടെ അടുത്ത മത്സരം ഇനി ബംഗ്ലാദേശിനെതിരെയാണ്. അതേപോലെ ശ്രീലങ്കയെയും ഈ മാസം 26-ന് നേരിടുന്നുണ്ട്. യാസർ അർഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.